ചെയ്യുന്നതല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഞങ്ങളുടെ ഒരു നൈറ്റ് റുട്ടീൻ കാണാം. ഓക്കെ ഓക്കെ. ഹലോ, അപ്പോൾ വെൽക്കം ടു ഞങ്ങളുടെ ഒരു മോഡേൺ നൈറ്റ്. നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് കുഞ്ഞമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള മിഷനാണ്. ഒരു വായ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവള് മിന്നല് വേഗത്തിലോടും. സത്യം പറഞ്ഞ ഇവിടെ ഫുഡ് കഴിക്കലല്ല നടക്കുന്നത്, ട്രെയിനിങ് ആണ് ഗൈസ്. ശരിക്കും പറഞ്ഞ അവള് PT ഉഷനെ കോമ്പറ്റ് ചെയ്യാൻ തന്നെ റെഡി ആയി കഴിഞ്ഞു. അമ്മ അതിരി ഓട്ടാണ് ഗൈസ്. എനിക്ക് ജിമ്മിനൊന്നും പോകേണ്ട ആവശ്യം വരില്ല എന്നാ തോന്നുന്നു. അങ്ങനെ കുഞ്ഞമ്മി കുഞ്ഞു ബാത്തൊക്കെ കഴിഞ്ഞതാ ഉറങ്ങാൻ പോവാണേ. നിങ്ങളിത് കണ്ടാ വിചാരിക്കും സ്നേഹപ്രകടനമാണ് ഇവിടെ നടക്കുന്നതെന്ന്. പക്ഷെ സത്യം പറഞ്ഞത് അവളുടെ സോപ്പിംഗ് ആണ്. അതെ ഗൈസ്, ഉറങ്ങാതിരിക്കാനുള്ള സോപ്പിംഗ്. എന്റെ കുട്ടിക്ക് എന്തോ ഉറക്കം ഭയങ്കര അലർജിയാ. പക്ഷെ പാവം ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ ഞാൻ സമാധാനമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ നോക്കുമ്പോ അപ്പുറത്തൊരു മഞ്ചിന്റെ മാടി വിളിക്കുന്നു. അങ്ങനെ ഞാൻ അതും അകത്തായി. ഗൈസ്, എന്റെ പാവം ടൂത്ത് പേസ്റ്റിന്റെ അവസ്ഥ കണ്ടു. അതിന്റെ ആത്മാവ് വരെ ഞാൻ പുറത്തെടുത്തിരിക്കുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം കീറി മുറിച്ച് സർജറി ചെയ്യാൻ. അങ്ങനെ പനങ്കുല പോലുള്ള എന്റെ മുടി കെട്ടി വെക്കേണ്ട ഗൈസ്. ആകെ 4-3-7 മുടിയേ ഉള്ളൂ. ഡെലിവറിക്ക് ശേഷം മുടി കൊഴിയുന്നു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും കൊഴിയുന്നു പ്രതീക്ഷിച്ചില്ല. കുഞ്ഞാമിനായിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ് സ്ഥിതിക്ക് ഒന്ന് കുളിച്ചിട്ട് വരാം. സത്യം പറഞ്ഞ എനിക്ക് ഇതിനുള്ള ടൈമൊന്നും കിട്ടാറില്ല കേട്ടോ. പക്ഷെ പാവം എന്റെ അമ്മ അവിടെ കിടക്കണോണ്ടാണ് ഞാൻ ധൈര്യത്തിൽ പോയി കുളിക്കുന്നതൊക്കെ. അങ്ങനെ എന്റെ തിളങ്ങുന്ന ചർമ്മത്തിന്റെ രഹസ്യം നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ നൈറ്റ് സ്കിൻ കെയർ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് സെയിം തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഒരു ടോഡ്ലറിന്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് ഇതിനൊന്നും ടൈം എനിക്ക് കിട്ടാറില്ല. വല്ലപ്പോഴും ചെയ്ത് അത്ര. എന്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. എക്സിം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു UK അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര ഡ്രൈ ആയിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ എന്ന് തോന്നുന്ന ടൈമിലൊക്കെ ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ സ്കിപ്പ് ചെയ്യാതെ ചെയ്താൽ നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ ഗൈസ്, ഈ ബയോ ഓയിൽ എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഡെലിവറിക്ക് ശേഷം എനിക്ക് നല്ല രീതിക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടായിരുന്നു, പിഗ്മെന്റേഷനും. സോ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്. ഗൈസ്, ഇത് പ്രൊമോഷനൊന്നും അല്ലേ, പ്രൊമോഷനൊന്നും ചെയ്യാൻ ഞാൻ എവിടെ എത്തിയിട്ടില്ല. ആൻഡ് ഗൈസ്, കുറച്ച് അസൈൻമെന്റ്സ് കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എഴുതി തീർത്ത് ഇനി ഞാൻ അതൊക്കെ എടുക്കാൻ പോവാണ്.